ബഹുമാനപ്പെട്ട രാഹുൽ മാഷ്, പ്രിയപ്പെട്ട ക്യാമ്പാംഗങ്ങളെ, വളരെ 3 ദിവസത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് നമുക്ക് നമ്മുടെ ക്യാമ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ എനിക്ക് ക്യാമ്പുകളിൽ പങ്കെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പം അടുത്ത കാലത്താണ് അങ്ങനെ പോയിട്ടുള്ളൂ. എനിക്ക് എഴുതാനോ വായിക്കാനോ ഒക്കെ നമുക്ക് നമ്മുടെ ജോലിത്തിരക്കിനിടയിൽ സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സുരേന്ദ്രൻ മങ്ങാട്ടിലിനെ പോലെ തന്നെ അച്ചടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് അതേ തസ്തികയിലാണ്, DSP റാങ്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ജോലി ചെയ്താൽ മാത്രം പോലെ അച്ചടക്കത്തോടെ മറ്റുള്ളവർ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ജോലി സ്ഥലത്ത് മാറിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ സാഹിത്യ സമ്മേളനങ്ങളിലോ സാഹിത്യത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഇപ്പോൾ ലീവ് എടുത്താലും കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ലീവ് എടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ അപ്പോൾ സാഹിത്യകാരന്മാരെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ളത് ഇത്രയും കാലത്തൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. വായിക്കലൊക്കെ നമ്മുടെ പേഴ്സണൽ സമയം ഉണ്ടാക്കി രാത്രിയായാലും വായിക്കാം, എഴുതാമൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തേലൊക്കെ പങ്കെടുക്കുന്നത്. അത് സാധിച്ചിട്ടുണ്ട്. വളരെയധികം പ്രസംഗങ്ങൾ കേൾക്കാനും വളരെയധികം സാഹിത്യകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിനുപരിയായിട്ട് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് ഒരേ ധാരയെ കുറിച്ചിട്ട് ഒരു എഴുത്തിൽ തന്നെ പല ധാരകളുണ്ട്. നോവലായാലും അങ്ങനെയൊക്കെ പല ധാരകളെ കുറിച്ചിട്ടുള്ള എങ്ങനെ വേണം, എത്തരത്തിലാണ് ഇവരൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. നോവലിനെ കുറിച്ച് നമുക്ക് പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാർ അശോകൻ ചെരുവില, അഷ്ടമൂർത്തി, അതുപോലെ തന്നെ ലിസി, ഇവരൊക്കെ നോവലിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തല ഭൂമിയെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, അവർ സെലക്ട് ചെയ്ത രീതി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ടി ഡി രാമകൃഷ്ണൻ എന്ന നോവലിസ്റ്റ് നമുക്ക് വ്യക്തമായിട്ട് ടി ഡി രാമകൃഷ്ണൻ എന്ന നോവലിസ്റ്റ്, അതേപോലെ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് വായിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞത്. അതേപോലെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതൊക്കെയാണ് നോവൽ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് സുരേന്ദ്രൻ മങ്ങാട്ട് പറഞ്ഞത് അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിലും ഉപരിയായിട്ട് ഭാവന എന്നുള്ളതാണ് വ്യത്യസ്തമായിരിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഫാക്റ്റുകളൊക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിക്കും. അതിനെ കുറേ കൂടി ഭാവനയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും, കാൽപ്പനികത കൊണ്ടുവന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നല്ലൊരു സാഹിത്യ സൃഷ്ടിയാണ് നോവലിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഇനി മറ്റൊരു സാഹിത്യ ശാഖയെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാവണി മാഷ് പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് 2 വരിയാണെങ്കിൽ എഴുതി മാറ്റി വയ്ക്കുക, പിന്നെ 10 വരിക എഴുതിക്കുക, അങ്ങനെ എഴുതി വയ്ക്കരുത്. പക്ഷേ ആ ഒന്ന് വരി തേഞ്ഞെന്ന് പറയുമ്പോഴേക്കും നമ്മളെടുത്ത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുക, എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കണം എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു പാഠം തന്നെയാണ്. അത് വായിച്ച് അത് വിലസപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അത് പുറത്തറിയാനും കാണാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ പറഞ്ഞ നമ്മുടെ പി എൻ ഗോപികൃഷ്ണൻ എന്ന കവി നമ്മളോട് സംസാരിപ്പിച്ച് പറഞ്ഞിരുന്നു. നല്ലൊരു ഫാക്റ്റാണ് തുറന്ന് പറഞ്ഞത്. അത് സിദ്ധിയാണ്. ഞാനൊരു നിമിത്തം മാത്രമാണ്. ഞാനിങ്ങനെ കവിയായി ജനിച്ചു, എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുക, ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞൊരു ട്രേഡ് സെക്രട്ടറി മാത്രമാണ്. എല്ലാ രംഗത്തുള്ള പോലെ ട്രേഡ് സെക്രട്ടറി മാത്രം. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. സംസ്കാരം എന്നുള്ളത് ഒരു നല്ലൊരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അത് അധികം പിടിമാറ്റി സംസ്കാരം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ നിരൂപണത്തെക്കുറിച്ച് നമുക്ക് ഇന്നലെ സംസാരിച്ച ആരാണ്? വസന്തമാഷ് പേര് കേട്ടത്. വസന്തമാഷ് പറഞ്ഞപ്പോൾ നിരൂപണം ഇത്തിക്കണ്ണിയാണ്. നമ്മൾ സാഹിത്യരചനയൊക്കെ നടത്തി അത് നമുക്ക് കയറി ഇത്തിക്കണ്ണിയായിട്ട് വരുന്നവരൊന്നും എടുക്കണ്ട. നമുക്കത് മനസ്സിലാക്കി തരാനായിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ആ ശാകുന്തളം വായിക്കുമ്പോൾ ഏത് രീതിയിൽ വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ നിരൂപണം വായിച്ചാൽ മാത്രം നമുക്ക് ഒരു സാഹിത്യ രീതി മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ജോൺസിന് എന്താണ്, അല്ലെങ്കിൽ അനസൂയിൻ്റെ ഇനി ആ വായിക്കുമ്പോൾ നമുക്ക് ആ പ്രിയംവദയുടെ നിന്നിട്ടും അനസൂയയിൽ നിന്ന് നോക്കി കാണാനൊക്കെ സാധിക്കും. അങ്ങനെ പല പാഠങ്ങളും ഉൾക്കൊള്ളാനായിട്ട് ഇവിടുന്ന് സാധിച്ചിട്ടുണ്ട്. ക്യാമ്പ് വളരെ മനോഹരമായിരുന്നു, നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടികൾ ചിലപ്പോൾ എനിക്ക് ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ
കൂടുതൽ സെഷൻസ് ഒരേ ദിവസം തന്നെ വെക്കുന്നത് കൊണ്ട് നമുക്ക് സമയം അതിന് ഇൻട്രാക്ഷൻ സമയം കിട്ടുന്നില്ല. ഫുൾ ടൈമിന് ഇരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ട് കൂടുതൽ സംവദിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല. അവരെ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുക, അവരോട് എന്തെങ്കിലും സാധിക്കില്ല. അത് കഴിയുമ്പോഴേക്കും അടുത്തതാണ്. അപ്പോൾ ഈ ഒരു അടുത്ത് എനിക്ക് പോയിട്ടുണ്ടാവും, നമുക്കങ്ങനെ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് നമുക്കിനി ഭാവിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും മാത്രം. താങ്ക് യു വെരി മച്ച്. സാമാന്യം വിസ്തരിച്ചാണ് പറഞ്ഞത്. ഇനിയുള്ളവർ അത്ര തന്നെ വിസ്തരിക്കാൻ തുടങ്ങിയാൽ അല്ല, നമുക്ക് 3 ദിവസം വേണ്ടി വരും. നീ വീണ്ടും 3 ദിവസം ചെയ്യാറുണ്ടെങ്കിൽ ഇതുപോലെ ഇത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കാര്യം വയനാട്ടിൽ വേറെ കാര്യം വെച്ചിരിക്കണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ഗീത വിജയകുമാർ എന്നാണ്. ഗീത കൈപ്പറമ്പ് എന്ന തൂലിക നാമത്തിലാണ് ഞാൻ 2 പുസ്തകങ്ങൾ ചെയ്തത്. കൈപ്പറമ്പ് ഞാൻ വന്ന് താമസിക്കുന്ന ആളാണ്. തിരുവനന്തപുരംകാരിയാണ്. കൈപ്പറമ്പിലൊരു അല്പസ്ഥലം മേടിച്ച് വീട് വെച്ച് എഴുത്തിലേക്ക്, അതായത് കാനറ ബാങ്കിൽ നിന്നുള്ള ജീവിതത്തിന് ശേഷം 37 വർഷം കാനറ ബാങ്കിലായിരുന്നു. ഇപ്പോൾ ഇന്ന് വളരെ പ്രചോദനാത്മകമായ ഒരു പ്രസംഗം നമ്മുടെ ലിസി മാഡം അവർ ബാങ്കിങ് രംഗത്തെക്കുറിച്ച് അർത്ഥകാമ എന്ന് പറയുന്ന പുസ്തകം അതിനെ ബേസ് ചെയ്തിട്ടാണ്. ലിസി മാഡത്തിനോട് പുറത്ത് പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയും, അർത്ഥകാമ വായിക്കൂ. ശരിക്കും വളരെ പ്രചോദനാത്മകമായിരുന്നു അവരുടെ കാര്യം. ഞാൻ ആ ബാങ്കിങ് ഫീൽഡിൽ നിന്ന് വന്നത് കൊണ്ടാണ് കൂടുതൽ അതേപ്പറ്റി ശ്രദ്ധിച്ചത്. പിന്നെ അതുപോലെ കൂടാതെ എനിക്ക് പറയാനുള്ളത്, വളരെ അനുഭൂതിദായകമായ നിമിഷങ്ങളായിരുന്നു ഇവിടെ നിന്നും കിട്ടിയത്. വളരെ നല്ല സെഷൻസായിരുന്നു. ഗോപികൃഷ്ണൻ മാഷായാലും വസന്തൻ മാഷായാലും നമ്മുടെ ഷീജ വക്കമായാലും ആദ്യമായാലും എല്ലാവരെയും ഇവരെയൊക്കെ നേരിൽ കാണുകയും അവരുമായി സംവദിക്കുകയും അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു അവസരം നമ്മുടെ പ്രിയപ്പെട്ട രാവണി മാഷ് നമുക്ക് അവസരം ഒരുക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ മംഗളാശംസകൾ. എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ഇനിയും കാണാം, അല്ലെങ്കിൽ ഇനി ഇതേപോലെയുള്ള അടുത്ത കതിർ ക്യാമ്പിൽ, കതിറിൻ്റെ പേര് മാറിന്നിരിക്കാം, പക്ഷേ എല്ലാവരെയും വീണ്ടും കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സന്തോഷം. നമ്മുടെ കുഞ്ഞു രാവണി മാഷെന്ന് പറയാമെന്ന്. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് ബിപിൻ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. കണ്ണൂർ ജോലി ചെയ്യുന്നു. താമസിക്കുന്നത് വയനാടാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമ്പിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തക ഒരു ടീച്ചറാണ്, ജിഷാസി ചാലി. അപ്പോൾ ടീച്ചറാണ് മാഷ് ഇവിടെ വന്നാൽ മതി, കുറച്ചുകൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എഴുത്തിലും വായനയിലും ഒക്കെ എന്നുള്ള നിർദ്ദേശം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരൊറ്റ ആൾക്കാർ എനിക്ക് പരിചയമുള്ളവരാരെ എന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നത്. അപ്പോഴാണ് ബിജു ബാലകൃഷ്ണൻ മാഷെ കണ്ടത്. മാഷ് ചോദിച്ചു, നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ, നീ എങ്ങനെ ഈ കാവ്യശില്പത്തിൽ വന്ന് പെട്ടു എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആരും പരിചയമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ട് കിട്ടിയതിൽ. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു. കുറച്ച് സെക്ഷൻസ് ചില സമയം 2ാമത്തെ ദിവസം ഇത്തിരി ചേർന്ന് പോയി എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാം ആദ്യത്തെ ദിവസത്തെ ക്ലാസ് നമ്മുടെ ബാല്യകാല പരിസരങ്ങൾ എങ്ങനെ നമുക്ക് രചനയിൽ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും പ്രധാനം വായന എന്നുള്ളതാണ്. നമ്മൾ കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി ഷെൽഫിൽ വയ്ക്കാതെ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഒരു പുസ്തകം ആ ഒരു സ്പീഡിൽ വായിച്ച് തുടങ്ങിയാൽ പൂർത്തീകരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും പിന്നെ പകുതിയിൽ വെച്ച് നിർത്തിയാൽ, ഒരു ATM കാർഡിൻ്റെ പഴയ കാർഡ് ഇടയിൽ വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും, 1 മാസത്തോളം എടുക്കലുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 15ഓളം പുസ്തകങ്ങൾ വാങ്ങിയത് ഇപ്പോഴും അവിടെ ഷെൽഫിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്ത് പോകുന്നത്, ഈ പുസ്തകങ്ങൾ അത്രയും വായിച്ച് കഴിഞ്ഞിട്ട് ഇനി പുതിയൊരു പുസ്തകം വാങ്ങും, അല്ലെങ്കിൽ ഞാൻ വാങ്ങില്ല എന്നുള്ള ഒരൊറച്ച തീരുമാനത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന്, ക്യാമ്പിന് എല്ലാവർക്കും നന്ദി പറയണം. മറ്റൊരു ഒരു അഭിപ്രായം, നമ്മൾ കൊണ്ടുവരുന്ന വായിച്ച രചനകൾ, നമ്മുടെ രചനകളിലൊക്കെ കുറേ പോരായ്മകളുണ്ട്. അതൊക്കെ മാഡവും എല്ലാവരും ചൂണ്ടിക്കണ്ടു. ഇതിനെ ഒന്ന് പുതുക്കം വരുത്തി, ഇവിടെ വെച്ച് തന്നെ മാറ്റം വരുത്തി, ഒരു ക്യാമ്പിൻ്റെ അവസാനം ഒരു ചെറിയൊരു
പതിപ്പ് പോലെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതിലെന്തൊക്കെ മാറ്റം വരുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നമ്മൾ മുമ്പ് എഴുതിയത് എങ്ങനെയായിരുന്നു, അടുത്തിനി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ തന്നെ എഴുതി അന്ന് വൈകുന്നേരം ഈ ക്യാമ്പിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് പുറത്ത് ഇറക്കിയാൽ, ചെറിയൊരു ഇതായിട്ട് ഇറക്കിയാൽ നല്ലതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്നെ ഈ ഒരു നിങ്ങളുടെ ഒരു കുടുംബത്തിലേക്ക് എന്നെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചതിൽ അംഗമാക്കിയതിന് നന്ദി. നമസ്കാരം. ആ തീരുമാനത്തിൽ ചെറിയ മാറ്റമാണ്. ഇത് കൈയടിച്ചു. വീട്ടിൽ 15 പുസ്തകരിക്കേണ്ടത് വായിച്ചു വേണ്ടി ഇനി പുസ്തകം മേടിക്കുള്ളൂ. ഇവിടെ പല പുസ്തകങ്ങളുണ്ട്. അതൊക്കെ മേടിച്ചിട്ട് പോയാൽ മതി. ഇവിടെ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇത് ഇവരോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ കക്ഷിയോടും പറയണം. കുറേ പുസ്തകങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ ഓരോ ബുക്ക് മേടിക്കുക. കയ്യിൽ കാശില്ല എന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഗൂഗിൾ പേ ചെയ്താൽ മതി. യെസ്, അടുത്ത ആൾ പറയൂ. നമസ്കാരം. എൻ്റെ പേര് ജവാബ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് വരെയാണ്. കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താൻ കാരണം വെച്ചാൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാർക്കും അറിയില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞത്. പിന്നെ ഈ കഴിഞ്ഞ തവണ വാക്കിയുടെ ക്യാമ്പിനും രജിസ്റ്റർ ചെയ്ത് വരാൻ പറ്റില്ല. ഇന്നും വരാൻ പറ്റിയിട്ടുണ്ടായില്ല. ഉമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ തലേദിവസം അഡ്മിറ്റാക്കിയാണ്. ഇന്നും പോന്നിട്ടില്ല. എന്നാലും ഇവിടുത്തെ ധൈര്യം അവിടുത്തെ ധൈര്യം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ കഥ തലപ്പത്തിൽ നിന്നാണ് വന്നത് ഞങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഞങ്ങൾ തലപ്പക്കാർ ഞങ്ങളുടെ വക നമ്മുടെ കടത്തിലേക്ക് വേണ്ടി ഒരു ചെറിയ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരും പരമാവധി ഒന്ന് പറ്റാവുന്നവർ 100 രൂപയാണെങ്കിലും സഹായിക്കണം. നമ്മളൊരു സംഘടനയാണ്. 100 രൂപയാണെങ്കിലും അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാണ്ട് ചിലപ്പോൾ എൻ്റെ 100 രൂപ ഉള്ളൂ, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണ്ട. ഉള്ളത് സഹായിക്കണം. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ 3 ദിവസം അടിപൊളിയായിരുന്നു. 3 ദിവസത്തെ റൂംമേറ്റുകൾ പോയി അപ്പോൾ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരോടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ, കൂടുതലും നമ്മുടെ ലീഡറിനോട്, പിന്നെ എല്ലാവരോടും ഓരോരുത്തരോട് പറയണില്ല. ഫുഡ് തരാത്ത നമ്മുടെ ശ്രീജ, ഹെൽപ്പ് ചെയ്ത നമ്മുടെ രമ ടീച്ചർ, ഗീത ടീച്ചർ. അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 100 രൂപ നാളെ പൂജ്യത്തിന് വല്ലാതെ കരം പറഞ്ഞത്. അവർ കൂടി കൂടി ചേർക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സോണിയ. തൃശ്ശൂർ തന്നെ കണ്ടാശ്ശേരിയിലാണ് വീട്. ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച രാവണി മാഷിനെ വളരെയധികം നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇവിടെ വന്നിട്ട് പല എഴുത്തുകാരെയും പരിചയപ്പെടാൻ പറ്റി. പ്രത്യേകിച്ചും പ്രസിദ്ധരായ പലരും കാണാനും അവരുടെ പ്രസംഗം കേൾക്കാനും സാധിച്ചു. അതിനെല്ലാം എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ. പല ആൾക്കാരും ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും സംവദിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ കാവ്യശികയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ നമസ്കാരം. എൻ്റെ പേര് പറയണം എന്നൊക്കെ ചാക്കോമാഷ് പറയുന്നുണ്ട്. ദീപ്ന ദാസ് എന്നാണ് എൻ്റെ പേര്. എന്നെ അറിയാം എല്ലാവർക്കും ഒരുവിധം. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതിരുന്നത്. ഈ സർഗാത്മകതയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് കതിര് ഇവിടെ ഒരുക്കിയ നമുക്ക് സാഹിത്യകാർക്ക് ഒരുക്കിയ ഈ ഒരു കതിർ സാഹിത്യ ശില്പശാലയെ ഇത് എന്ത് സർഗാത്മകതയുടെ ജനാധിപത്യമാണെന്നൊക്കെ പുച്ഛിച്ച് തള്ളിയവർക്കുള്ള ഒരു മറുപടിയാണ് ഞാനിവിടെ പറഞ്ഞത്. പുച്ഛിച്ച് തള്ളിയ ആൾക്കാർ ഇവിടെ ഇല്ല, പക്ഷെ അത് ഹൃദയത്തിൽ കൊണ്ടു. ആ ഒരു ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് ഇന്നും 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിവിടെ എത്തിയത്. ആ ഒരു ജനാധിപത്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് രാവുണ്ണി മാഷ് എന്ന പ്രിയപ്പെട്ട നമ്മുടെ കവി
നമ്മുടെ എല്ലാമായ രാഹുണ്ണി മാഷും അവരുടെ ഇപ്പോൾ അപർണേച്ചി ആയി കഴിഞ്ഞാലും അംബിക ടീച്ചർ എല്ലാവരും ഈ കാവിശികയിൽ എല്ലാവരും ആ ഒരു ജനാധിപത്യത്തിലാണ് സാഹിത്യത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് ഒരു കളങ്കവും ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. പുറത്ത് നിന്ന് പറയുന്നവർക്കുള്ള കാവ്യശികയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു വരത്തുന്നവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനിവിടെ ഈ വേദിയിലേക്ക് കയറിയത്. അതെൻ്റെ വാശിയാണ്. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും അവിടെ ഇവിടെയും നമ്മുടെ മാഷാണ്, മാഷ് എവിടെ ഏത് ഉയരങ്ങളിലാണ് ഇന്നുള്ളത് എന്ന് കൃത്യമായ ബോധ്യമുള്ളവർക്ക് ഇവിടെ ശിരസിൽ ആണിയടിക്കുന്ന രീതിയിലുള്ള സംസാരവും പ്രവർത്തനവും നടത്തുന്ന ചിലർ പുറത്തുണ്ട്. അവരൊന്നും നമുക്ക് ഒരു പുല്ലിന് പോലും വിലയില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ കതിർ ശില്പശാല കതിര് മാത്രമല്ല പതിരും ഒരു പൊൻകതിരുമൊക്കെ ആയിട്ട് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് തന്നെ നടത്തുമെന്ന് ഉറപ്പിച്ചു പറയാം. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് കാവ്യശികയിലുള്ളത്. അവരെല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പല കാരണങ്ങളാൽ എത്താൻ കഴിയാതെ പോയവർക്ക്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഈ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് സ്നേഹത്തോടെ ഇപ്പോൾ എനിക്കും ചില ചുമതലകളൊക്കെ ഉണ്ടായിട്ടും എനിക്കത് ചെയ്യാൻ പറ്റാതിരുന്നിട്ടും സാരമില്ല മോളെ, പിന്നെ അത് ഞാൻ ചെയ്തോളാം എന്ന് നമ്മുടെ ശ്രീജ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് എനിക്ക് തന്നത്. അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ ചെയ്തോളാം. എനിക്ക് ഒരുപാട് നാട്ടിൽ ഓരോ കാര്യങ്ങൾക്ക് പോവേണ്ടി വന്നതുകൊണ്ട് ഉത്തരവാദിത്വം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ ഞാൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ എല്ലാം കൊണ്ടും ഈ ഒരു കാവ്യശിക ഇവിടെ തീരുന്നില്ല. നമ്മൾ ഇനിയും ഒരുപാട് സാഹിത്യകാരന്മാരെ വാർത്തെടുക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം. നമ്മളെ ക്യാമ്പ് റിവ്യൂ ഉണ്ട്. ക്യാമ്പ് നടന്ന ക്ലാസ്സുകളെ കുറിച്ചോ ക്യാമ്പ് സംഘാടനത്തെക്കുറിച്ചോ ഉള്ള പ്രതികരണങ്ങൾ പറയാം, വിമർശനം പറയാം, നിങ്ങൾ യോജിപ്പുകൾ പറയാം. അങ്ങനെ കുറച്ചുകൂടി ഉള്ള ഒരു പ്രാക്ടിക്കലായിട്ട് പറയാം. റാലിക വരും. ആദ്യമായിട്ട് വരുന്നവരെ വിളിക്കുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാവ്യശികയെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 9 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ആ 9 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ വന്നു. അതൊരു വലിയ മാറ്റമാണ്. പക്ഷേ ഇന്നും ഇന്നലെയും കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ പുറന്തോൽ ഇവിടെ പൊളിച്ചു കളയേണ്ടിയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു. എന്നെ പുതിയതായി വാർത്തെടുക്കാൻ കഴിയും. അതിന് ഞാൻ ഈ കാവ്യശികയോട് നന്ദി പറയുന്നു. കാവ്യശികയിൽ എന്നെ ഇവിടേക്ക് വിളിച്ച ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഒപ്പം എന്നോട് തന്നെ ഞാൻ നന്ദി പറയുന്നു. ഇവിടുന്ന് എനിക്ക് ഒത്തിരി സൗഹൃദങ്ങളെ കിട്ടി. ഞാൻ ഫേസ്ബുക്കിലൂടെ മാത്രം കണ്ട വലിയ വലിയ എഴുത്തുകാരെ കാണാൻ കഴിഞ്ഞു. എല്ലാത്തിനും നന്ദി. ഫേസ്ബുക്കിന് പുറത്തും ഒരുപാട് കവികളുണ്ട്, പ്രതിഭകളുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാ ക്ലാസ്സിലും പറഞ്ഞത്. നിസാർ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ അത് 3-1 സംഗ്രഹിച്ച് പറയണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്, പ്രത്യേകിച്ചും ഒരുപാട് നന്ദിയാണ്. കാരണം ഒരു എഴുത്തുകാരിയാവണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. സർഗാത്മകമായിട്ട് കുഞ്ഞുനാളിലെ എഴുതുന്നതുകൊണ്ട് മാത്രം കൊണ്ടുപോയ ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ എഴുത്തിനെ നന്നാക്കണം എന്നുള്ള കുറേ നോളജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് 2 പേരോട് ഒരുപാട് നന്ദിയുണ്ട്. ഒന്ന് നമ്മുടെ എല്ലാമായ രാവണി സാർ തന്നെയാണ്. രണ്ടാമത് നമ്മുടെ ബാലകൃഷ്ണ സാറാണ്. കാരണം പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് ഇവർ കൈകൊണ്ടത്. എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് പോലും, കാരണം ഒരു മനുഷ്യൻ്റെ ഉന്നതി, അറിവ്, നോളജ് എത്രയാണെന്ന് ഞാൻ രാവണി സാറിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം
അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുതാണ്. പക്ഷേ എൻ്റെ ബുക്കിൻ്റെ പേര് പോലും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ പൊരുൾ എന്താണെന്നൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് അദ്ദേഹം ബോധ്യപ്പെടുകയും അതുപോലെ എന്നോടും അത് ആരായെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരാളാണ്. ഉജ്ജ്വല ജലതി തരംഗ, പ്രണയ പരിണായം ഒക്കെ വ്യത്യസ്തമാണ്. കാരണം എൻ്റെ ആദ്യ കവിത തന്നെ അങ്ങനെയാണ്. ഒരുപാട് ബിംബങ്ങളൊക്കെ ഉള്ളൊരു കവിതയാണ് 2001 എഴുതിയത്. പിന്നെ എനിക്കിവിടെ ഇത് ഞാൻ പറയാണ്, ഒരു ഫാമിലി, ഞാൻ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗൾഫിൽ നല്ലോണം പ്രവർത്തിച്ച ഒരാളാണ്. അത് ഏത് രീതിയിലായാലും, സാഹിത്യത്തിൻ്റെ മേഖലയിലായാലും കലാവാസനകൾ, ഇപ്പം കലയില്ല കൊലയുള്ളൂ, ശരിയാക്കും ഞാൻ. അപ്പോൾ എനിക്ക് വേണ്ടി ഞാനെടുത്തൊരു തീരുമാനമാണ് ഇത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇവിടെ എന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുമോ എന്ന് എന്നോട് യാത്ര പറഞ്ഞിട്ട് 2 മണിക്കൂറും കൂടി ആൾ റോട്ടിലെല്ലാം ഇറങ്ങിയിട്ട് ബാഗിൽ വന്നിട്ട് എന്നെ ഫോട്ടോ വിളിച്ച്. കാരണം എൻ്റെ മാറ്റം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, വീട്ടിലേക്ക് തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ പാതി വഴിയിൽ തിരിച്ചു വിളിക്കോ, അത് പേടിച്ചിട്ടാണ് 2 മണിക്കൂർ ഇവിടെ നിന്നിട്ട് പിന്നെ എന്നോട് പറയാം സാറിനോട് ഒന്നുകൂടെ യാത്ര വയ്ക്കട്ടെ. അപ്പോൾ അത് എൻ്റെ കാരണം ഞാൻ കുടുംബം വിട്ട് കളിക്കാത്ത ഒരാളാണ്. എനിക്ക് ഏറ്റവും എഴുത്തിനപ്പുറം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എൻ്റെ കുടുംബമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പരീക്ഷണങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാലും അതാണ് എൻ്റെ ദൈവം, എൻ്റെ കുടുംബം, എൻ്റെ എഴുത്ത്. കാരണം എഴുത്തിനെ ഞാൻ കാണുന്നത് ഒരു പൂമ്പാറ്റ പോലെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിലാണ്. അതിനൊരു തെളിച്ചാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ എൻ്റെ പുസ്തക പ്രകാശനം, ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ബുക്ക് ഇറക്കാനുള്ള ഒരിതുണ്ട്. പക്ഷേ രാമ സാർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് നിർദ്ദേശവും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ഞാൻ 3-ൽ ഒതുക്കിയെന്ന് പറയാം. കാരണം വേറൊന്നല്ല, കുറച്ചുകൂടെ നന്നാക്കിയിട്ട് ഇനി വരാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാറിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു, സാറ് കാട്ടിയ പരിഗണന, സാർ ഇവിടെ ഓരോരുത്തരോടും കാട്ടുന്ന പരിഗണന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അത്രയും നല്ല ലാളിത്യത്തോടെ, കാരണം ഒന്നും അറിയാത്ത നമുക്ക് അഹന്തയാണ്. പക്ഷേ എല്ലാം തികഞ്ഞവർ എന്താണ്, നിറകുടം തുളുമ്പാറില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കുറേ തുളുമ്പാത്ത ഹൃദയങ്ങളെ ഞാൻ കണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ സാറിൻ്റെ അന്വേഷണങ്ങൾ, കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ സാറ് എന്നെ 2-3 പ്രാവശ്യം തലേന്നൊക്കെ വിളിച്ചതൊക്കെ എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നി. മറ്റുള്ളവരോട് പിന്നെ സാറിൻ്റെ ഞാൻ പറഞ്ഞു ഇനി കൂടുതൽ പറയുന്നില്ല. പിന്നെ പറയാനുള്ളത്, എനിക്ക് കിട്ടിയ റൂംമേറ്റ് രജനി എൻ്റെ മനസ്സുപോലെ. കാരണം ഞാൻ എന്താണോ അതാണ് ആ കുട്ടി എന്നുള്ളതാണ്. കാരണം നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ അന്തരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ റൂമിൽ നിന്ന് ഉറങ്ങാതെ സംസാരിച്ച കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ആത്മീയം, പഞ്ചഭൂതം, നാഡി ട്രീറ്റ്മെൻറ്റ്, വൈബ്, ഓറ ക്ലൻസിങ്, എനർജി ലോഡ്, എനർജി ബൂസ്റ്റിംഗ്, മെഡിറ്റേഷൻ, ടെലിപ്പതി, ഇതൊക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് എനിക്ക്. അതുപോലെ അവളതിൽ പഠിച്ച ആളാണ്, ഞാൻ പഠിച്ച ആളല്ല, വായിച്ച ആളാണ്. അതിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് പറ്റുന്ന ഒരാളാണ് ചെറിയ രീതിയിൽ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര കുറച്ചുകൂടി ഇതായിട്ടുണ്ട്. പിന്നെ പറയുന്നത് കവിത, എൻ്റെ കവിത എനിക്ക് പിന്നെ ഒരു വിമർശനം, ആ വിമർശനത്തെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ, അന്നേരം കേട്ടപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. കാരണം ആ കവിത എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടും വിമർശിക്കപ്പെട്ടു. പക്ഷേ എൻ്റെ ആദ്യ കവിത മുതൽ കഥ എല്ലാം ശ്രദ്ധിക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വിമർശനം എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അത് എൻ്റെ കവിത മോശമെന്നുള്ള ഒരു അഭിപ്രായമില്ല. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ കളിച്ചാൽ, പബ്ലിക് കളിച്ചാക്കെ ഒരു പക്ഷേ ഇതൊരൊട്ടും മോശമെന്ന് പറയുന്നല്ല. പബ്ലിക് കളിച്ചാൽ ഗോൾ ഇത് അറിയും, ഗാലറിയും ഗോളും അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് പോസിറ്റീവായിട്ട് എനിക്ക് മുന്നോട്ടുള്ള ബൂസ്റ്റ് ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് ഇദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ടെന്ന് വ്യക്തമായി. ഇവിടെ ഏറ്റവും ആധികാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ നോളജ് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല കവയത്രി, നിരൂപകയാണ് നമ്മുടെ ദർശന ടീച്ചർ എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്നേഹം, ഉമ്മ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പിന്നെ എഴുതി വെച്ചത് കവിതനെ കുറിച്ചാണ്. എനിക്ക് കഥയായാലും കവിതയായാലും ആവശ്യമില്ലാത്ത വലിച്ചു നീട്ടൽ ആവശ്യമില്ലെന്ന് നമ്മുടെ ഓരോരോ ഗുരുക്കന്മാരും ഇവിടെ പറയുമ്പോൾ ഞാൻ നോട്ടിൽ ആവർത്തിച്ചിട്ട് എഴുതുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ
അത് എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിലും എൻ്റെ അവബോധ മനസ്സിലോട്ട് വരെ ഒന്ന് കയറ്. അവർ പറയുന്നത് നീ ശ്രദ്ധിക്ക്, നീ എഴുത്തിലോട്ട് വാ, കുറച്ച് ശ്രദ്ധിക്ക്, വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചോ, പക്ഷെ എഴുത്തിനോടും നിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഞാൻ എന്നോടും കൂടി പറഞ്ഞൊരു അവസരം കൂടിയായിരുന്നു ഇത്. ഞാൻ നോട്ടിൽ വെച്ച് എഴുതുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇടയ്ക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ എന്നിലെ എന്നെ ഉണർത്തുകയാണെന്ന് തന്നെ പറയാം. പിന്നെ PA ഗോപികൃഷ്ണ പുതുകവിതയുടെ ഉദ്യാനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ക്ലാസ്സാണ്. കാരണം ഇവിടുത്തെ ഓരോരു എന്താ പറയുക മുഖ്യന്മാരും ഈ രംഗത്തുള്ള മുഖ്യന്മാർ പറയുന്ന ഓരോരോ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയാലും നോട്ടായാലും എഴുതിയിട്ടുണ്ട്. അത് വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ സ്റ്റഡി ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരിത്. പിന്നെ ഇങ്ങനെയൊക്കെ എന്നെ കുറച്ചുകൂടെ പരുവപ്പെടുത്താൻ സഹായിച്ച ഈ സദസ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാരണം ഒരുപാട് ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇക്ബാൽ സാറിൻ്റെയായ ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ നിന്നിട്ട് അവർ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോയൊരു ലോകമുണ്ട്, എഴുത്തിൻ്റെ ലോകം. അതാണ് സത്യസന്ധതയുടെ ലോകമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും വിവരണാതീതമായ ഒരു നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറയുന്നത്, ഞാൻ സാഹിത്യകാരൻ എന്നുള്ള രീതിയിലാണ്, എഴുത്തുകാരനേക്കാളും മേലെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സെൽഫ് ലോക പരിധിയിൽ കൂടുന്ന തെമ്മാടികളാണ് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രമുഖർ. കാരണം സെൽഫ് ലോക കൂടുമ്പോഴാണ് ആള് രാഷ്ട്രീയത്തിൽ പൊതുവേ അത് കൂടും, പിന്നെ അവർ തെമ്മാടികളായിട്ട് പ്രവർത്തിക്കുമെന്ന് നമ്മുടെ സാഹിത്യകാരന്മാർ അവർ പേന ഉന്തുക മാത്രമല്ല വിപ്ലവം പറയുകയും ചെയ്യായിരുന്നു, അത് നമ്മളെ ഉണർത്തുകയും ചെയ്യുകയായിരുന്നു എന്നതാണ് ഞാൻ ഈ ഒരു കാവ്യശികയിൽ കണ്ട ഏറ്റവും നല്ല പോയിന്റ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. കവിത എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു വിരാമം, അല്ലെങ്കിൽ ഒരു മെൻസസിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിലൊരു ഉപ്പ് കയറി കൂടി എന്നതിനപ്പുറം നമുക്ക് കവിതയിലൂടെ എല്ലാം കൊണ്ടുവരാൻ പറ്റണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കെല്ലാം കൊണ്ടും ഇതൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഞാൻ എനിക്ക് വേണ്ടിയെടുത്ത നല്ലൊരു തീരുമാനമാണിത്, ഈ 2 ദിവസം. താങ്ക് യു. അതിലേ ഗോപീകൃഷ്ണൻ പറഞ്ഞൊരു സംഗതി രാഷ്ട്രീയക്കാരും തമ്മാടികളാണെന്നുള്ളതല്ല, തെമ്മാടികൾ രാഷ്ട്രനായകരായി മാറുന്നതാണ്. ട്രംപ്, നെതന്യാഹു, മൂന്നാമത്തെ പേര് നരേന്ദ്രമോദി. അങ്ങനെ തെമ്മാടികൾ, ക്രൂരന്മാർ അവരധികാരത്തിൽ വരുന്നതാണ് ഈ കാലത്തിന് ദുരന്തമായി പറഞ്ഞത്. ഗോപീകൃഷ്ണൻ ഒന്നാന്തര രാഷ്ട്രീയ കവിതകളും രാഷ്ട്രീയ ലേഖനം എഴുതുന്ന നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. അപ്പം അത് പറഞ്ഞ കാര്യം അടുത്ത ക്യാമ്പ് റിവ്യൂ ഉണ്ടോ? ക്യാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. കതിർ സാഹിത്യ ശില്പശാല 3 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പം ഞാൻ തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാലയിലാണ്. അവിടെ നിരന്തരം സാഹിത്യത്തിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ തുഞ്ചൻപറമ്പും സർവകലാശാലയൊക്കെ. അപ്പം നിരന്തരം അവിടെ പ്രോഗ്രാമുകൾ ഒരു വർഷത്തിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. സാഹിതി പറഞ്ഞ സാഹിത്യോത്സവം, അതിൽ ഒരുപാട് എഴുത്തുകാർ വരും. നിരന്തരം പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ ബ്രൗഷർ ഒരു 2 ദിവസം മുന്നെയാണ് കണ്ടത്. പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് അയച്ചു തന്നതാണ്. ദേവി പറയുന്നത്, എനിക്ക് പരിചയം ഉണ്ടാവും, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ ഞാൻ 8-ാം തീയതി ഉച്ചയ്ക്കാണ് രേഖ ചേച്ചിക്ക് വിളിക്കുന്നത്. ചേച്ചി എനിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു രജിസ്ട്രേഷനൊക്കെ കഴിയാറായി മോളെ, എനിക്കതുകൊണ്ട് കാർഡിൽ എൻ്റെ ടാഗിൽ ഫോട്ടോ ഇല്ല. അപ്പോൾ അന്ന് ചെയ്തോ പറഞ്ഞു.
അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല, വേറെ അക്കൗണ്ടിലായിരുന്നു പൈസ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ജിപേ ചെയ്യാൻ ഫുൾ എമൗണ്ട് ഇല്ല, ഞാനൊരു 200 രൂപ ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ബാങ്കിൽ പോകാൻ ഇപ്പോൾ പറ്റില്ല, യൂണിവേഴ്സിറ്റിയിലാവണ്ടേ. അപ്പം ഞാൻ 200 രൂപ കൊടുത്ത് പെട്ടെന്ന് ജിപേ ചെയ്തു. എന്നിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ വീട്ടിൽ പോയി. വീട്ടിൽ ഞാൻ അന്ന് വ്യാഴാഴ്ച വൈകിട്ട് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാ നീ പോകുന്നത് ചോദിച്ചു. ഇങ്ങനെ പൈസ കൊടുത്ത് ക്യാമ്പിന് പങ്കെടുക്കണോ? ഒരുപാട് ക്യാമ്പിൽ നീ ഇതന്നെ പരിപാടി, ഒന്നും വിടാറില്ല. പട്ടാമ്പി കോളേജിൽ കവിതയുടെ കാർണിവലിനാണെങ്കിലും KLF-നാണെങ്കിലും കേരള സാഹിത്യ അക്കാദമിയിൽ ഒരുവിധ എല്ലാ പ്രോഗ്രാമും ഞാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ തൃശ്ശൂരെത്തി. എന്താ പറയുക, ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ് ഈ ക്യാമ്പ് നടന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക, കേരളവർമ്മ കോളേജ് എന്ന് പറഞ്ഞാൽ P. പത്മരാജൻ്റെ തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലൂടെ നമ്മുടെ ഹൃദയം കവർന്നത് സിനിമയാണ്. അപ്പോൾ എനിക്ക് കേരളവർമ്മ കോളേജിൽ നിന്ന് TD രാമകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. MA-ക്ക് കാലടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലയളവിൽ ഞാൻ ഇവിടെ സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ വന്നിരുന്നു. അങ്ങനെ 1-2 തവണ വന്നു. പക്ഷെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു, പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് ഒത്തിരി നന്ദി ഇതിൻ്റെ കോർഡിനേറ്ററായ രാവുണ്ണി മാഷിനോടാണ് പറയാനുള്ളത്. ഇത്രയും വർഷമായി ഇത്രയും മനുഷ്യരെ ചേർത്ത് പിടിച്ച് നല്ലൊരു പുതിയ സാഹിത്യ സൃഷ്ടി, നല്ലൊരു തലമുറ ഉണ്ടാവണം. സാഹിത്യകാരന്മാരിലൂടെയാണ് പുതിയൊരു തലമുറ വാർത്തെടുക്കേണ്ടത് എന്നുള്ള നമ്മളെ വീണ്ടും ആ ഒരു തിരിച്ചറിവ് തന്നെ നല്ലൊരു മനുഷ്യൻ. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും നിരന്തരം 3 വർഷം 2 വർഷം നിരന്തരം പങ്കെടുക്കുന്നവരാണ്. നമ്മളെന്നും ആരാധിച്ചിരുന്ന ഒരുപാട് എഴുത്തുകാർ, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ രേഖ ചേച്ചി, ശ്രീജ ടീച്ചർ, അങ്ങനെ ഒരുപാട് ബിജു സാറ്, ചാക്കോ ഏട്ടൻ, അപർണ, ഇതിന് നിരന്തരം പ്രവർത്തിക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ. പിന്നെ എനിക്ക് ഈ ക്യാമ്പിൽ ഏറ്റവും കൗതുകമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്ന് എന്നെ വീണ്ടും ഒരു തിരിച്ചറിവ് എനിക്ക് ഈ ക്യാമ്പിലൂടെ തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും വ്യക്തിപരമായിട്ട്. കാരണം നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ജീർണിച്ചൊരു മനസ്സായിട്ട് കഴിയുന്ന ഒരുപാട് വ്യക്തികളെ എനിക്ക് നേരിട്ടും അല്ലാതെ അറിയാം. അതായത് ഒരാളുടെ വിജയം കാണാൻ അസൂയ, കുശുമ്പ്, ദേഷ്യം, വിദ്വേഷം അതൊക്കെ വെച്ച് നടക്കുന്ന ഒരു തലമുറയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ-പാക് യുദ്ധം തന്നെ അല്ലേ, ഒന്നും അറിയാതെ നമ്മുടെ സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടു. ഉള്ളിലൊരു വർഗീയതയാണ്. ഇതിനെതിരെ ഒരു പടവാൾ എന്ന രീതിയിലാണ് നമ്മൾ സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. നമ്മുടെ കവിതകളിലൂടെ, നമ്മുടെ ആശയങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ അല്ലേ. പിന്നെ ഈ ക്യാമ്പിൽ എനിക്ക് വേറിട്ടൊരു കാര്യം തോന്നിയ വെച്ചാൽ, ഓരോരുത്തരെയും സർഗസൃഷ്ടികൾ, കവിതയായാലും കഥയായാലും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൊടുത്തു മാഷ്. പിന്നെ ഏറെ കൗതുകം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയാം. അതായത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അതായത് നമ്മൾ പോസിറ്റീവ് മാത്രമല്ല പറയേണ്ടത്. ഇപ്പം ടീച്ചറാണെങ്കിലും അതായത് നമ്മൾ നെഗറ്റീവ് പറയണം. അതായത് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് എല്ലാം തികഞ്ഞവരാണെന്നില്ലല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ വരും ഒരു എഴുത്തിൽ. അപ്പം നമുക്ക് തിരുത്തലുകൾ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കത്തിച്ചൊലിക്കുന്ന നിന്റെ മൂർച്ചയേറിയ വാക്കുകളാൽ, അതായത് പുതിയൊരു പെൺപിറവി ഉണ്ടാവട്ടെ, എൻ്റെ കവിതയിലൊരു വരികളാണ്. അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് ഈ അനന്തവിഹായസിൽ ചിറകുകളേന്തി പാറി നടക്കുവാൻ അല്ലേ. അതായത് നമ്മൾ നല്ല ആശയങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുകയാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ എഴുത്തുകൾ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ ഒക്കെ നമ്മൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കവിതകളായാലും കഥകളായാലും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പുതിയൊരു തലമുറ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. കതിരുകളായി പൂത്തുലഞ്ഞ് ഇനിയും നല്ല നല്ല ക്യാമ്പുകൾ ഉണ്ടാവാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ
ക്യാമ്പിൽ ഫസ്റ്റ് ഡേ വന്ന അശോകൻ ചെറിൽ സാറിനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിരന്തരം വന്നിട്ട് എനിക്ക് സാറിനെ അറിയാം. പിന്നെ CS ചന്ദ്രമതി, അഷ്ടമൂർത്തി സാർ, ഇവരൊക്കെ കൃതികൾ നമ്മൾ നിരന്തരം വായിക്കുന്നതാണ്. അതായത് അവർക്ക് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അവരുടെ കൃതികളിലൂടെ നമുക്ക് സുപരിചിതമായ ഒരുപാട് മനുഷ്യർ. CS ചന്ദ്രിക, പിന്നെ ആദ്യം ഇന്നലെ എൻ്റെ സുഹൃത്തായിരുന്നു, അവനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ TD രാമകൃഷ്ണൻ സാറ്, നമ്മൾ എന്താ പറയുക, ഇത്രയും മാഷിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. സാധാരണ എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കാത്ത ഒരു പ്രകൃതം ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കും. ഒരുപാട് ക്യാമ്പുകളിൽ എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു TD രാമകൃഷ്ണൻ സാറിനെ കാണണം. ഇന്ന് രാവിലെ ഞാൻ കണ്ടു, സംസാരിച്ചു. എഴുത്തിൻ്റെ രീതികളും അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൗതുകമായിരുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ക്യാമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മനുഷ്യർ എത്രമാത്രം സാഹിത്യത്തെ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. പലരും പല മേഖലകളിൽ നിന്നുള്ളവർ, ഡോക്ടേഴ്സായാലും പോലീസായാലും അധ്യാപകർ, അങ്ങനെ നാനാ ജോലിയിൽപ്പെട്ടവർ, എന്താ നമുക്ക് ഒരൊറ്റ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് അത് വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് തന്ന ഭക്ഷണം 3 ദിവസം നല്ല ഫുഡായിരുന്നു. താമസം ഒന്നും കുഴപ്പമില്ല. ഇനിയും വീണ്ടും നമുക്ക് ഈ ക്യാമ്പിലൂടെ എല്ലാവർക്കും ഒത്തുചേരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല വേദികൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ആരോഗ്യവും ദീർഘായുസ്സൊക്കെ ഉണ്ടാവും ഞാൻ ആശംസിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ടതിൻ്റെ കോർഡിനേറ്ററായ രാവുണ്ണി മാഷിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഞാനും വിളിക്കാൻ നിൽക്കുന്നില്ല, നിയമം വരും. പുഷ്പ കുളവയൽ അടുത്താണ് കുറച്ച് കേട്ട് ആ നേരത്താണ് ഞാൻ പേപ്പറിൽ വായിച്ചത്. അതൊക്കെ യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുഷ്പ കുളവയൽ, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. നേരത്തെയും ക്യാമ്പിന് വന്നിട്ടുണ്ട്. മാത്രമല്ല നിരവധി പരിപാടികൾ നമ്മൾ തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം ഭാഗത്തൊക്കെ നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ളവരാണ് എല്ലാവരും പരിചയമുള്ളവരും തന്നെയാണ്. ഇച്ചിരി 1-2 പേര് മാത്രമേ പുതുമുഖങ്ങളായിട്ടുള്ളൂ. ക്യാമ്പ് വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും കൂടുതൽ ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പ്. അങ്ങനെയുള്ള സമയത്ത് ഇച്ചിരി നമുക്ക് ഇവർ സംസാരിച്ചവരുമായിട്ട് 1-2 ചോദ്യങ്ങളെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റെങ്കിലും ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും കൂടെ ഒരു ക്ഷീണം ഉണ്ടാകുമായിരുന്നില്ല എല്ലാവർക്കും. എല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇടയ്ക്ക് കൊടുക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ കിടന്നുറക്കവും റൂമൊക്കെ നന്നായിരുന്നു. കൂടെയുള്ള ആളുകൾ എല്ലാവരും പരിചയമുള്ളവരാണ്. ഉറക്കമില്ല, സംസാരിച്ച് നേരം പുലർത്തി എന്ന് പറയാം. എന്തുകൊണ്ട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്. നേരത്തെ ചിന്തിച്ചൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പോയത്. കാരണം അധികം വിളിക്കുകയൊന്നുമില്ല. ക്യാമ്പ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അത്യാവശ്യത്തിന് മാത്രമേ വിളിക്കാറുള്ളൂ. എന്നാലും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് പറയാൻ പറ്റില്ല എത്രത്തോളം ഉണ്ടെന്ന്. അത്രത്തോളം ആഴത്തുള്ളൊരു ബന്ധമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം ഇവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ അത്രത്തോളം സ്നേഹമുള്ള ബന്ധമാണ്. പിന്നെ മാഷ് എന്ന് പറയുമ്പോൾ മാഷ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു അച്ഛൻ്റെ സ്ഥാനത്താണ്. എനിക്ക് അച്ഛനില്ല, ചെറുപ്പമില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്താണ്. എന്ത് കാര്യങ്ങളായാലും ഞാൻ മാഷിനോട് സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. എന്നെ ഞാൻ ആക്കി വളർത്തിയെടുത്ത എൻ്റെ മാഷാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം. ഇനിയും വരുംകാലങ്ങളിലും ഒരുപാട് ക്യാമ്പുകൾ നടത്താൻ കഴിയട്ടെ. ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഒരുപാട് പുതുതലമുറകൾ സാഹിത്യരംഗത്ത് വളരാൻ കാവ്യശിക്ക് വഴിയൊരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് രമന പുരസ്കാരായി, കണ്ണൂരിൽ നിന്നാണ്. ക്യാമ്പ് വളരെ നന്നായിട്ടുണ്ടായി. ഇനിയും മാഷ് നടത്തുന്ന എല്ലാ ക്യാമ്പിലും പങ്കെടുക്കാൻ ഞാനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുന്നു. എന്നെ എന്നും എൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് ചേർത്ത് നിർത്തുന്നത് കാവ്യശികയാണ്. അപ്പം ആ കൂട്ടത്തിൽ എന്തായാലും മരണം വരെ ഒഴിഞ്ഞു പോവില്ല. എൻ്റെ ആദ്യത്തെ ക്യാമ്പ് പോലെ
എൻ്റെ ഏറ്റവും ആദ്യത്തെ ക്യാമ്പ് പോലെ അടുത്ത ക്യാമ്പിന് ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്നു. ഇതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ നന്ദി, സ്നേഹം. ഞാൻ 3ാമത്തെ ക്യാമ്പാണിത്. അപ്പോൾ ക്യാമ്പിന് എൻ്റെ 3ാമത്തെ ക്യാമ്പാണിത്. ഞാൻ സാധാരണ പൊതുവെ വീട് വിട്ട് നിൽക്കാൻ മടിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ സാധാരണ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എല്ലാ വർഷവും ഞാൻ ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു പ്രാവശ്യം വീട് വിട്ട് 3 ദിവസം നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ കാവ്യശീലൻ്റെ വാക്കിലെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ സാധാരണ പോകാറുള്ള സംഘടന ഇതിൽ പരിപാടിക്ക് പോകാതെ വന്നപ്പോൾ എൻ്റെ ഈ 3 ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാവ്യശീലനെ ഞാൻ ഗ്രൂപ്പിലുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കാവ്യശീലനെ ഞാൻ വാട്സപ്പിലേക്ക് വരുന്നതും ഈ പരിപാടികൾക്ക് ശേഷമാണ്. അപ്പോൾ വാക്കിലെ ക്യാമ്പിന് വന്നു. പിന്നെ എനിക്ക് ഒരു വർഷം ഞാൻ ഈ ക്യാമ്പസിൽ പഠിച്ചതിൻ്റെ ചെറിയൊരു അനുഭവമുണ്ട്. പക്ഷേ ഞാനെപ്പോഴും എൻട്രൻസിൻ്റെ പുറകെ പോയതുകൊണ്ട് ഞാൻ ഈ ക്യാമ്പസ് ജീവിതം ആസ്വദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഇവിടെ വന്നപ്പോൾ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരോട്, അത് കവികൾ മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇവരോടെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്കൊരു കവി എന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെ എഴുതുന്ന ഒരാളല്ല. വല്ലപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്നത് മാഷ് പറഞ്ഞ പോലെ കുറിച്ച് വയ്ക്കും, അടുക്കളയിലായിരിക്കും മിക്കവാറും ഒരു വരി എഴുതി വയ്ക്കും. പിന്നെ കുറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാറില്ല. അപ്പോൾ എഴുതാൻ പറ്റുന്നില്ല എന്ന് സങ്കടമൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നല്ലൊരു ഊർജ്ജമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിതയിലേക്ക് വന്നപ്പോഴും എനിക്കതൊരു നല്ല അനുഭവമായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ ക്യാമ്പാണ്. ഞാൻ മടിച്ചാണ് ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അതെനിക്ക് ഈ ഇടയായിട്ട് എനിക്ക് ഒരുപാട് തിരക്കുകൾ വന്നിട്ട് എനിക്ക് കാവ്യശീലയിൽ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 3 ദിവസം നമ്മൾ ആശിച്ച പോലെ തന്നെ ക്ലാസ്. പിന്നെ ഇതിൽ ഞാൻ ഒരു കമ്പാരിസൺ പറയുകയാണ്. ഞാൻ 3 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ വാക്കിലെ ക്യാമ്പ് വളരെ വിപുലമായൊരു ക്യാമ്പായിരുന്നു. 2ാമത്തെ ക്യാമ്പും നല്ലത് ഇത് തന്നെയായിരുന്നു. പക്ഷേ ഈ ക്യാമ്പിൻ്റെന്ന് വെച്ചാൽ ആളെണ്ണം കുറവായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പക്ഷേ കുറച്ചും കൂടി ആൾക്കാർക്കിടയിലൊരു ഇഴയടക്കം കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളുപരി നമുക്ക് ക്ലാസ്സുകൾ കുറച്ചും കൂടി അച്ചടക്കത്തോടു കൂടി ഒന്ന് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി മനസ്സിങ്ങനെ ചെതറിപ്പോയിട്ടില്ല. എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനെ അകലങ്ങളിൽ ഇരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കുറച്ചും കൂടി അച്ചടക്കമുള്ളൊരു ക്ലാസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കിട്ടിയ ക്ലാസ്സുകളെല്ലാം നന്നായിരുന്നു. പിന്നെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കുറച്ചൊക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫുഡ് വളരെ നന്നായിരുന്നു. താമസം ഒക്കെ നമുക്ക് ഇത്രയും ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുമ്പോഴും നമുക്ക് കുറച്ചും കൂടി ഉള്ളിലൊരു സെക്യൂറാണെന്നുള്ളൊരു ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താമസം നന്നായിരുന്നു, ഫുഡ് നന്നായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ചിലവ് ചുരുക്കൽ പറഞ്ഞ് പായേൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഹോസ്റ്റലിൽ കട്ടിലുണ്ട്. അപ്പോൾ പായ ശരിക്കും ആവശ്യമില്ല, നമ്മളെല്ലാവരും ഷീറ്റ് കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അടുത്ത വർഷം നടത്തുമ്പോൾ നമുക്കതൊരു ചിലവ് ചുരുക്കലിലേക്ക് മഷ്കർ കുറയ്ക്കാൻ പറ്റും. ആ ഒരു കണ്ടുപിടുത്തമാണ്. പിന്നെ ബാക്കി പൊതുവെല്ലാം നന്നായിരുന്നു. ഒരുപാട് നല്ല മനുഷ്യരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിർത്താൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം. വളരെ സന്തോഷം. പ്രത്യേകിച്ച് മാഷിനോടും ഈ ക്യാമ്പ് ഒക്കെ വളരെ നന്നായി അറേഞ്ച് ചെയ്ത എല്ലാവരോടും. ഞാൻ സംഘാടന സമിതിയുടെ പേര് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഭാഗമൊന്നുമല്ല. മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ കുറച്ച് മരുന്ന് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നന്നായി കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കണം. പുതിയ കുട്ടികളോടും ഇങ്ങനെയുള്ള പരിപാടികൾ ഞാൻ എവിടെ പോയെങ്കിലും സാധാരണ ഇവിടെ വരുമെന്ന് വിചാരിക്കണം. എൻ്റെ തൃശ്ശൂർ തന്നെയാണ് എൻ്റെ സ്വന്തം ജില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്ടവും പിന്നെ അതിനേക്കാളുപരി എല്ലാവരും മാഷിങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ എനിക്കങ്ങനെ പറയുന്നതിലൊരു ജാള്യതയുണ്ട്. എനിക്കങ്ങനെ ഇഷ്ടമല്ല ആരും പുകഴ്ത്തി പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഒരു കവിതാ സമാഹാരം വായിക്കുന്ന മാഷിൻ്റെയാണ്. അത് ഉപ്പുകാസൻ്റെ പണ്ട് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് 10ാം ക്ലാസ്സിൽ. മാഷ എനിക്ക് തോന്നുന്നു ആദ്യകാല പുസ്തകമായിരിക്കും അകങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ വായിച്ചത്. അപ്പോൾ എനിക്കതുകൊണ്ട് മാഷിനോടൊരു വേറെ തന്നെ എൻ്റെ എഴുത്തിലാണെങ്കിലും എനിക്ക് ആ ഒരു ഇഷ്ടതലുണ്ട്. അപ്പോൾ അതും വലിയ സന്തോഷമാണ് മാഷിനോട് എനിക്ക് ഇടപെടാൻ കഴിഞ്ഞുള്ളത്. കാരണം എൻ്റെ വലിയച്ഛനെപ്പോഴും മാഷിനെക്കുറിച്ച് എന്നോട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോൾ
അപ്പോൾ അതും ഞാൻ വലിയ സന്തോഷമായിട്ട് എടുക്കും. എല്ലാവരോടും നന്ദി അറിയിക്കും. സുമാറോസ് എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഈ ക്യാമ്പിൻ്റെ ഡയറക്ടറായ രാവണി മാഷിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാനാണ് മാഷ് ഇന്നലെ പറഞ്ഞ പോലെ ഈ ക്യാമ്പിലേക്ക് ആദ്യം വന്നത് ഞാനാണ്. ഞാൻ വ്യാഴാഴ്ച തന്നെ ഇവിടെ എത്തി. അപ്പോൾ ബുധനാഴ്ച മാഷ് എനിക്ക് നമ്പരൊക്കെ അയച്ചു തന്നിരുന്നു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നല്ല തിരക്കുള്ളതായ കാരണം അന്ന് ഞാൻ ലേറ്റാണ് വിളിച്ചത്. അന്നേരം മാഷിനെ വിളിച്ച് ചോദിച്ചു ബുക്ക് ചെയ്തില്ലെന്ന്. പിന്നെ വ്യാഴാഴ്ച ഞാൻ പോകുന്ന സമയം മുതലേ മാഷിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ എത്തി എന്ന് ചോദിച്ചു. അപ്പോൾ മാഷിൻ്റെ പിതാവിനെ പോലെയുള്ള സ്നേഹത്തിനും കെയറിങ്ങിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഓരോ സെഷൻസ് വ്യത്യസ്ത വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ക്ലാസ് അത് മറ്റൊന്നിനേക്കാൾ മികച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓരോന്നും വ്യത്യസ്തമായ രീതിയിലാണ് ക്ലാസ് എടുത്തത്. എല്ലാം മനോഹരമായിരുന്നു. പിന്നെ ഈ ഞങ്ങളുടെ ഇടുക്കിയിലും വേനൽക്കാലം തന്നെയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇടുക്കിയിൽ തണുപ്പാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂട്. പിന്നെ ഇടയ്ക്ക് ബ്രേക്കൊന്നും ഇല്ലാത്തത് കാരണം ഇവിടുത്തെ ചൂടും എല്ലാം കൂടെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ റൂമിൽ പോയി വളരെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. ഇന്നലെ വളരെ രസകരമായിരുന്നു റൂമിലെ താമസവും. ഒരുവിധം ആളുകളെല്ലാം നേരത്തെ വാക്കില ക്യാമ്പിൽ പരിചയമുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് വാക്കില ക്യാമ്പിലാണ് വന്നത്. പുതിയ ആ കൂട്ടുകാരെയെല്ലാം കാണാമല്ലോ എന്നോർത്തും കൂടെയാണ് ഞാൻ വന്നത്. കഴിഞ്ഞ വിതയുടെ ക്യാമ്പിൽ ഞാൻ വന്നിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ പോയിട്ട് സമയം ലേറ്റായെങ്കിലും ഞങ്ങളെല്ലാവരും തിരുവാതിര കളിച്ചു, വേറൊരു ഡാൻസ് കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയത്. അല്ല, ഇവിടെ ഞങ്ങൾ അത്യാവശ്യം ഡാൻസ് കളിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ തിരുവാതിരയൊക്കെ കളിച്ചിട്ടാണ് നിനക്കാണ് ഉറങ്ങിയത്. പിന്നെ കുറച്ച് പേര് പുതിയതായിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രജനി മന്ത്രിയാണ്. രജനി വരൂ. നമ്മളിങ്ങനെ ചില പേര് വിളിക്കുന്നത് മാത്രമല്ല, ആർക്കാണ് പറയാം കേട്ടോ. പെട്ടെന്ന് അവസാനിപ്പിക്കും വേണത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് രാവണി മാഷിനെ കാണുന്നത് യൂത്ത് വെൽഫെയർ ബോർഡ് നടത്തുന്ന തട്ടകം ക്യാമ്പിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് രാവണി മാഷ് പറയുണ്ടായി, ഞാൻ ഈ ക്യാമ്പോടുകൂടി ക്യാമ്പ് നിർത്തുകയാണെന്ന് പറഞ്ഞു. അന്ന് അവിടെ വെച്ചിട്ട് അന്ന് ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. എന്നിട്ട് അവിടെ കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ എൻ്റെ കവിതകൾ ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമൊക്കെ ആക്കുകയാണെങ്കിൽ അതൊന്നും പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എഴുതിയ കവിതകൾ എന്നെ ഹീലിക്കും. വളരെ ചെറിയ കവിതയാണെങ്കിൽ എന്നെ സ്വന്തം അത് ഹീൽ ചെയ്യും. അതാണ് എൻ്റെ കവിത. അല്ലാണ്ട് അത് ഒരു മത്സരത്തിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അതൊരു ബുക്കാക്കി പബ്ലിഷ് ചെയ്യുകയാണെങ്കിലോ അത് വലിയ ചർച്ചാ വിഷയമാകേണ്ട ഒരു ഇതൊന്നുമല്ല. അങ്ങനെ തട്ടകം ക്യാമ്പിൽ നിന്നിട്ടാണ് ഞാൻ എൻ്റെ കവിതനെ പുസ്തകമാക്കിയത്. അപ്പോൾ ആ തട്ടകം ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള അംഗങ്ങളുടെ കവിതകൾ യൂത്ത് വെൽഫെയർ ബോർഡ് പുസ്തകമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലും എൻ്റെ ഒരു കവിത ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ്, കുറേ മാസങ്ങൾക്ക് മുമ്പ് ബിന്ദു മിനിസ്റ്ററാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അതോടൊപ്പം തന്നെ എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരവും പബ്ലിഷ് ചെയ്തു. അതിനെ ഏറെ ഹെൽപ്പ് ചെയ്തത് രാവണി മാഷാണ്. അതായത് എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കണേ, ആരുമില്ല എന്ന് പറഞ്ഞ് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് രഞ്ജി ചേച്ചി അവരെ എനിക്ക് പരിചയപ്പെടുത്തി. പിന്നെ സാറിൻ്റെ മോളെ കെട്ടിച്ച് വിട്ടേക്കുന്നത് പാലക്കാടാണ്, മലമ്പുഴയിൽ. അവരെ നമ്പറൊക്കെ തന്ന് അങ്ങനെ എന്നെ ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിലേക്കാക്കി. എന്നെ ഒരു ഒറ്റയല്ല, താൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഫ്രണ്ട്സിനെ തന്നു രാമണ്യ മാഷ്. അതേപോലെ ഇവിടെ വന്നിട്ടും എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, നിസ. അവരുടെ ബുക്കൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ മേടിക്കാം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ കവിതകൾ വലിയ ചർച്ചയ്ക്കൊന്നും വിഷയമാകുന്നതൊന്നും അല്ല എന്നറിയാം. എന്നിട്ടും ഒരു കവിത വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഫുഡ് ഇവിടെ ഞാൻ വിചാരിച്ചു ചില ദിവസം നോൺ വെജ് മാത്രമായിരിക്കും, ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ
അപ്പോൾ നോൺ വെജ് മാത്രമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നോണും ഉണ്ടായിരുന്നു, വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതായിരുന്നു എനിക്ക് ആശ്വാസം. പിന്നെന്താ, ഒരു സെക്ഷനും ഒഴിവാക്കാതെ ടൈറ്റായിട്ട് നമ്മളെ സാറിങ്ങനെ ഒരുപാട് നീട്ടിക്കൊണ്ടുവന്നവരെ സാറ് വന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ചുരുക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ സിമ്പലൊക്കെ കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ എല്ലാ സെക്ഷനും നന്നായി തന്നെ കൊണ്ടുപോയി. പിന്നെ ഇവിടെ കൂടുതലും പിന്നെ എനിക്ക് നന്ദി പറയേണ്ടത് രേഖ ചേച്ചിയോടാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീജ ചേച്ചി. കാരണം എനിക്ക് ഇതിലേക്ക് ഫീസ് അടയ്ക്കാനുള്ള ഫീസ് കയ്യിലുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ആദ്യം കുറച്ച് ഫീസ് അടച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ രേഖ ചേച്ചിയാണ് എന്നോട് രാവണി മാഷിനെ കൊണ്ട് വിളിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം കുറച്ച് ഫീസ് അടച്ച് പിന്നെ ഞാൻ ഇന്നലെയാണ് മുഴുവനും കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു. അതായത് ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ നടത്താതെ ഹ്യൂമാനിറ്റി ആയിട്ട് മനുഷ്യരുടെ മനസ്സിനെ കണ്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ അതിന് ഏറെ സ്നേഹം, സന്തോഷം. നമസ്കാരം, ഞാൻ സുധീഷ്. കവനം എന്ന ഒരു ക്യാമ്പ് പീച്ചിയിൽ നടക്കുമ്പോഴാണ് ക്യാമ്പുകളിലൊന്നും അധികം പോകാത്ത ഞാൻ ആ ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നത്. കവിശികയിൽ അങ്കായി, കവനം കഴിഞ്ഞ് വാക്കില, വിത, ഇപ്പോൾ കതിർ, 4 ക്യാമ്പിലും പങ്കെടുത്തു. സാഹിത്യത്തിൻ്റെ അക്ഷരങ്ങളുടെ ഉത്സവത്തിന് പങ്കാളിയായി. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ 3 ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്യാമ്പിൽ ആൾക്കാർ കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരിലേക്കും ഈ ക്യാമ്പിൻ്റെ അന്തസത്ത എത്താൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് ഈ ക്യാമ്പിൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. വലിയ ആൾക്കൂട്ടങ്ങളെക്കാൾ അല്ലെങ്കിൽ തിരക്കുകളെക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള ചെറിയ ക്യാമ്പുകളിൽ ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാവ്യശിലയുടെ ഈ കതിർ എന്തുകൊണ്ടും ഫലവത്തായി. ആകെ എനിക്കുണ്ടായ ഒരു വിഷമം എന്ന് പറയുന്നത് വൈകിട്ട് ഇവിടെ നിങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു മുഖമാണ് രാവണയുടെ. ഏറെ പിന്തുണ തന്ന് സമൂഹത്തിൻ്റെ പിന്നിലേക്കൊക്കെ നിൽക്കുമ്പോൾ, മാറി നിൽക്കുമ്പോൾ ഒരുപാട് പേരുടെ വാക്കുകളിൽ നിന്നത് പ്രകടമായി കേട്ടു. സത്യം തന്നെയാണത്.